ഹലോ. പേട്രിയറ്റ് മൂവിയെക്കുറിച്ച് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരു മാസ് മൂവി പ്രതീക്ഷിച്ച് വന്നവർക്ക് ഡിസപ്പോയിൻമെന്റ് ആവാം, ബിക്കോസ് ഡയറക്ടറിന്റെ ഉദ്ദേശം വാസ് ടു ഗിവ് ടു ദി ഓഡിയൻസ് എ ക്ലാസി സ്പൈ ത്രില്ലർ, ഒരു ഹോളിവുഡ് സ്റ്റൈലിൽ സട്ടിൽ വേയിൽ. അപ്പം അങ്ങനത്തെ ഓഡിയൻസ് മേ ഹാവ് ലൈക്ഡ് ദ മൂവി, ബട്ട് അതർവൈസ് ഇറ്റ് ഈസ് ആക്ച്വലി എ ഡിസപ്പോയിൻമെന്റ്. ടെക്നിക്കൽ ആസ്പെക്ട്സ് നോക്കിക്കഴിഞ്ഞാൽ കിടുവാണ് എല്ലാം, ഫ്രം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സ്കോർ ബൈ സുഷിൻ ശ്യാം, ആൻഡ് ലൊക്കേഷൻ അടിപൊളി, ആസ് എഫ് ലൈക്ക് ഗ്രീൻ സ്ക്രീൻ ഒന്നും ഉപയോഗിച്ചിട്ടേ ഇല്ല. യഥാർത്ഥമായിട്ട് അവിടെ പോയി ലൊക്കേഷനിൽ ഷോട്ട് ചെയ്ത പോലെയാണ്, ലൈക്ക് ആ ഡൽഹി സീക്വൻസ്. ഫ്രെയിം കിടുവാണ്, സിനിമാറ്റോഗ്രഫി അടിപൊളിയാണ്. നമ്മുടെ ടെക്നിക്കൽ എന്താ പറയുക ഗ്രൂപ്പ് നോക്കിക്കഴിയുമ്പം മലയാളം ഇൻഡസ്ട്രി ഹാസ് ഗ്രോൺ സോ മച്ച് എന്ന് തോന്നും. സോ ദാറ്റ്സ് ആക്ച്വലി എ വെരി ഗുഡ് പ്ലസ് പോയിന്റ്. മമ്മുക്ക ആൻഡ് ലാലേട്ടൻ്റെ എന്താ കോംബോ പ്രതീക്ഷിച്ച് വരുന്ന ആൾക്കാർക്ക് ഒരു ബ്ലാസ്റ്റ് ഉണ്ടാവും, അവരുടെ എൻട്രിക്ക് ഒരു നല്ല കിടു എൻട്രി ഉണ്ടാവും അല്ലെ, അങ്ങനെയൊക്കെ ചിന്തിച്ച് വരുന്നവർക്ക് മേ ബി അത്ര സന്തോഷം തരില്ല. സ്പൈ മൂവിയാണ്, ബട്ട് ത്രില്ലർ എക്സ്പീരിയൻസ് ഇച്ചിരി മിസ്സിംഗ് ആണ്. നയൻതാര was wasted. I don't know. She thinks that she owes the Malayalam industry something. So script read ചെയ്യാതെ തന്നെ movies എടുക്കുവാണോ, roles എടുക്കുവാണോ എന്നൊരു doubt. Darshana did good. Kunchako Bobbin also could have been used in a better way. Fahad Binna, I don't know why. Throughout the movie, I felt that he was loud and shouting and frustrated, agitated, restless, and running, always on the run. So I think like Malayalam industry has, raised its bar so high that expectations are very high. So maybe or OTT platform perspective നോക്കി കഴിഞ്ഞാൽ it might not be a hit. ആൻഡ് നാരേഷൻ ഇച്ചിരി ലെങ്തി ആണ്. ഫസ്റ്റ് ഹാഫിൽ നമുക്കെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് ആരാണ് വില്ലൻ, എന്താണ് എല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ച് കൊടുത്താലും നാരേഷൻ വാസ് എ ബിറ്റ് ലോങ്, എന്താ പറയുക ഡ്രാഗിങ് ആയിട്ട് തോന്നി. സെക്കൻഡ് ഹാഫിൽ പിന്നെ ലാലേട്ടൻ വരും എന്നുള്ള പ്രതീക്ഷയിൽ എല്ലാവരും വെയിറ്റ് ചെയ്ത്. ആൻഡ് ഐ തിങ്ക് ലാലേട്ടൻ ഡിഡ് ഗുഡ് ഫോർ ഹിസ് എന്താ പറയുക സ്ക്രീനിൽ ഉള്ള ത്രൂ ഔട്ട് ദ ടൈം ഹി പെർഫോംഡ് വെൽ. I think like director Mahesh, who has given such fantastic movies like Take Off, See You Soon, Malik, Pradiksha was a bit higher, this time. So this movie may not work with the audience this time. So let me know what is everyone's, review, feedback, comments about this movie. What do you think? Was it a hit or a flop?